പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്ര പറഞ്ഞത്? ബാറ്ററി കപ്പാസിറ്റി 10.24 കിലോവാട്ട് അല്ലേ? ഓക്കെ. വണ്ടി നമുക്ക് മൈലേജ് റേഞ്ച് എന്ന് പറയുന്നത് വണ്ടി 150 എന്തായാലും കൺഫേം ആണ്. വണ്ടി നമുക്ക് ഓടിച്ച് അപ്പോ ഈ പ്രിയ വണ്ടിയുള്ള കസ്റ്റമേഴ്സിന്റെ മേജർ ആഗ്രഹം എന്തായിരുന്നു? നമുക്ക് കുറച്ചുകൂടി ദൂരം പോകാനുള്ള രീതിയിൽ കുറച്ചുകൂടി റേഞ്ച് ഉള്ള വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നായിരുന്നു നിങ്ങളുടെ മേജർ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലുള്ള പ്രൈം മഹേന്ദ്ര ഓട്ടോറിക്ഷയുടെ ഷോറൂമിന് മുന്നിലാണ്. ഇലക്ട്രിക് ഓട്ടോയുടെ ഏറ്റവും പുതിയ മോഡൽ മഹേന്ദ്ര ട്രിയോ പ്ലസിന്റെ ലോഞ്ചിങ് ഇന്നിവിടെ നടക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ ഷോറൂമിന് മുന്നിലായിട്ട് കുറച്ചധികം ഓട്ടോകൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം പാസഞ്ചർ ആണ്. പിന്നെ ഇവിടെ ഒരു ഗുഡ്സ് ഇലക്ട്രിക് അടുപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗുഡ്സ് ഫുൾ കവേർഡ്. മഹേന്ദ്ര പ്രൈം ഓട്ടോമോട്ടീവ്സ് LLP ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലുവയിൽ മുട്ടത്താണ്. ഈ കിടക്കുന്ന ട്രിയോ പ്ലസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ആലുവയിലെ ഷോറൂമിലെ ട്രിയോ പ്ലസ് ലോഞ്ചിങ്ങിനൊപ്പം നടത്തപ്പെടുന്നു. നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഹലോ, പേരെന്താണ്? രവീന്ദ്രൻ. ഇതിന്റെ ഇത് വണ്ടി എടുത്തിട്ടുണ്ടാ? വണ്ടി എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. പേരെന്താണ്? അബ്ദുൽ ഖാദർ. പേര്? രാജീവ്. ഇവിടുത്തെ അല്ലേ? ഓക്കെ. പേരെന്താണ്? അബ്ബാസ്. അപ്പൊ എന്റെ പേര് മുനീർ കേട്ടാ. നമുക്കൊരു ചാനലൊക്കെ ഉണ്ട്, ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞ ചാനൽ. കണ്ടിട്ടുണ്ടാ? അപ്പൊ ഒന്ന് പോയി നോക്ക് യൂട്യൂബിൽ കേട്ടാ. ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ എല്ലാം റെഡി ആയിട്ട് വെച്ചിരിക്കാൻ ട്ടാ. ലോഞ്ചിങ്ങിനുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പസമയത്തിനും അകം ലോഞ്ചിങ് നടക്കും. ഇവിടുത്തെ സ്റ്റാഫുകളാണ് ട്ടാ. സ്റ്റാഫുകളല്ലേ? പേരെന്താണ്? അമൽ. പേര്? അബി. പേരെന്താണ്? സലാം. ഹായ് സാർ, പേരെന്താണ്? സോമിയ. അതല്ലേ? പേര്? കെവിൻ. ഏത് സെക്ഷനിലാ? കൊച്ചി ഏരിയ ബുക്കിംഗ് ഓഫീസർ. അതല്ലേ? ഓക്കെ. ഹലോ സാർ, പേരെന്താണ്? എന്റെ പേര് ശ്യാംകുമാർ. ശ്യാംകുമാർ. ഞാൻ പ്രൈം മഹീന്ദ്ര സെയിൽസ് സെന്റർ. അതെല്ലേ? ഓക്കെ, നമുക്ക് പരിചയപ്പെടാട്ടാ. ഓട്ടോയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. പിന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ. പേരെന്താ സാറേ? സേവിയർ അല്ലേ? പിന്നെ സാർ പിന്നെ പരിചയമുണ്ട്. അവിടെ സ്റ്റാൻഡിലേക്ക് വരാറുണ്ട് എല്ലാത്തിനും. സക്കീർ തമ്മനം അല്ലേ? ഓക്കെ. നമുക്കൊരു ചാനലുണ്ട് യൂട്യൂബിലെ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വീഡിയോയിലുള്ള പരിപാടിയാ. ശരിയാണ്. ഓക്കെ. ഞാൻ എടപ്പള്ളി ടോള്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ടില്ല. പരിചയപ്പെട്ടിട്ടുമില്ല. മഹീന്ദ്ര ഇലക്ട്രിക് ഓട്ടോ ട്രിയോ പ്ലസിന്റെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമില് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് റഷീദ് ഖാൻ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KX സേവ്യ സാറിനെ ഞങ്ങൾ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു.
കൊച്ചിൻ കോർപ്പറേഷൻ മെമ്പർ ജില്ലാ സെക്രട്ടറി കൂടിയായ സക്കീർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആലുവ ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധിയായ ഹരീഫ സാറിനെ ഞങ്ങൾ ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പരിപാടിയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് എത്തിച്ചേർന്ന മഹീന്ദ്ര ഏരിയ സെയിൽസ് മാനേജർ നിതിൻ സാർ, അതുപോലെ തന്നെ മഹീന്ദ്ര എക്സ്മാർട്ട് മാനേജർ രഞ്ജിത് ബേബി, അതുപോലെ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മഹീന്ദ്ര ഫിനാൻസ് ടീം, അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ടീം, എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ട്രിയോ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരെയും, ഈ ട്രിയോ ഫാമിലിയിലെ എല്ലാ മെമ്പറെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട ഇത് നിഖിൽ ശ്യാം, അതുപോലെ നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ.എക്സ്. രവിയ, കൊച്ചിൻ കോർപ്പറേഷന്റെ കൗൺസിലറും പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഞങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും റഷീദും സക്കീറും അതുപോലെ ശ്രീ ഹനീഫൊക്കെ എത്തിച്ചേർന്നത്. എന്റെ പേര് നിതിൻ, ഞാൻ ഇവിടുത്തെ ഏരിയ സെയിൽസ് മാനേജറാണ്. എന്റെ പല ആൾക്കാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, ഇതിന് മുന്നേ ഞങ്ങൾ കസ്റ്റമർ മീറ്റ് വിളിച്ചിരുന്നു. ആൽഫ CNG ലോഞ്ച് ഒക്കെ നടത്തിയത് ഒരു കൊല്ലം മുന്നേ. അപ്പൊ അന്നും ഇന്നും ഞാൻ തന്നെയാണ് ഇവിടുത്തെ പ്രൈമിലെ ഡീലർഷിപ്പ് നോക്കുന്നത്, 3 വീലർ സെഗ്മെന്റ് നോക്കുന്നത് ഞാനാണ്. ഞാൻ ശരിക്കും മലപ്പുറം മഞ്ചേരിക്കാരനാണ്. അപ്പൊ ഇവിടെ വിളിച്ചു വരുത്തി, ഇവിടെ എത്ര കസ്റ്റമേഴ്സിന് ട്രിയോ വണ്ടിയുണ്ട്? ട്രിയോ വണ്ടിയുണ്ട്. അപ്പോ ഈ ട്രിയോ വണ്ടിയുള്ള കസ്റ്റമേഴ്സിന്റെ മേജർ ആഗ്രഹം എന്തായിരുന്നു? നമുക്ക് കുറച്ചുകൂടി ദൂരം പോകാനുള്ള രീതിയിൽ കുറച്ചുകൂടി റേഞ്ച് ഉള്ള വണ്ടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നായിരുന്നു നിങ്ങളുടെ മേജർ അപ്ഗ്രേഡേഷൻ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. വണ്ടി തന്നെ ഇനി പുതിയ രീതി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ റേഞ്ച് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പൊ ഈ ട്രിയോ വണ്ടിയിൽ ഞങ്ങളിപ്പോ ട്രിയോ പ്ലസ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ കാര്യം തന്നെയാണ് ഞങ്ങൾ മേജർ ആയിട്ട് പ്ലസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് റേഞ്ച് കൂടി. അപ്പൊ ഓരോ വണ്ടീന്റെയും എങ്ങനെയാണ് മഹീന്ദ്ര എന്നുള്ള കമ്പനി സാർ ഇവിടെ പറഞ്ഞു എങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് തന്നു എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ തന്നു എന്നുള്ളതും ഉദ്ദേശിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. മഹീന്ദ്ര കമ്പനിയുടെ ജേണി, ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ള വണ്ടികളുടെ ജേണി തന്നെ എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ആർക്കും ഒരു ജന്മോട് ചോദിച്ചു പറയാം. ഇവിടെ കുറെ കാലമായിട്ട് ഈ മേഖലയിൽ വണ്ടി ഓടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? ഒരു 10-20 കൊല്ലമായിട്ട് ഉണ്ട്. അപ്പോ നിങ്ങൾക്കറിയോ, ജസ്റ്റ് ഒരു ക്വിസായിട്ട് ചോദിക്കുന്നതാണ്, ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി എന്നാണ് ആനന്ദ് മഹീന്ദ്ര കൊണ്ടുവന്നത്? വല്ല ഐഡിയ ഉണ്ടോ? അത് നമ്മൾ ഈ വണ്ടി ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി ശരിക്കും ഒരു ബിജ്ലി എന്ന് പറഞ്ഞ പേരിട്ട്, അത് 1999 കൊണ്ടുവന്നത്. അന്ന് മുതലേ കമ്പനി ഇലക്ട്രിക് ഒരു ഫ്യൂച്ചർ ആവുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D ചെയ്ത് തുടങ്ങിയിരുന്നു.
പിന്നെ സാധനം പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മൾ ശരിക്കും വണ്ടി ഈ ആൽഫ മിനി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് 2017 ലോഞ്ച് ചെയ്തത്. അത് നമ്മുടെ L3M ചെറിയ ലെവലിലുള്ള വണ്ടി എവിടെ ഒന്നും കാണാറില്ലായിരിക്കും. അത് നോർത്ത് ഈസ്റ്റിലും ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ലോഞ്ച് ചെയ്തത്. കേരളത്തിൽ 2018 ട്രിയോ ഓട്ടോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനായി ട്രിയോ യാരി ലോഞ്ച് ചെയ്തു 2018 ഡിസംബറിൽ. അതിനുശേഷം ആ വണ്ടി സക്സസ് വന്നതിന് ശേഷം ഇതേമാതിരി ലോഡ് സെഗ്മെന്റിൽ ഇലക്ട്രിക് വണ്ടി വേണം എന്ന് പറഞ്ഞപ്പോ അതിലും മഹീന്ദ്ര കേരളത്തിൽ ട്രിയോ സോർ എന്ന് പറഞ്ഞ വേരിയന്റ് ആയിട്ട് കൊണ്ടുവന്നു ലോഡിൽ. കുറച്ച് കഴിഞ്ഞപ്പോ 3,50,175 ഇതിന്റെ എക്സ്ഷോറൂം വില, വണ്ടിയുടെ വില. ഇതിന് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് വരുമ്പോ ഒരു 370 റേഞ്ചിൽ വരും. ശ്യാംകുമാർ സാർ, നമ്മ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? മഹേന്ദ്ര ഡീസലിന്റെ ചെറിയൊരു റിവ്യൂവിന് വന്നപ്പോ അല്ലെ? അപ്പൊ സാർ എന്താണ് ഇതിനകത്ത് വന്നിരുന്നത്? ട്രിയോ. ഇതിപ്പോ നമുക്ക് ട്രിയോയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള പുതിയ മോഡലാണ് ട്രിയോ പ്ലസ്. ഈ ട്രിയോ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് 167 നമുക്ക് ടെസ്റ്റിംഗിൽ ഇതിന് മൈലേജ് റേഞ്ച് കിട്ടുന്നത്. ഫീൽഡില് ഓൾറെഡി കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് 150 100% കിട്ടുന്നുണ്ട്. 150 അല്ലേ? 150 നമുക്ക് എങ്ങനത്തെ റോഡിൽ കൂടെ ഓടിച്ചാലും ട്രാഫിക്കും പിന്നെ കട്ട് റോഡും ഏത് റോഡിൽ കൂടെ ഓടിച്ചാലും 150 കിട്ടുന്നുണ്ട്. 150 അല്ലേ? വണ്ടി മറ്റേ ഇതിന് മുമ്പുണ്ടായിരുന്ന ട്രിയോ എന്ന് പറയുന്ന മോഡലുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റേഞ്ച് തന്നെയാണ്. പിന്നെ അതിന്റെ ബാറ്ററിയുടെ പവറാണ് മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. ബാറ്ററിയുടെ പവർ സെല്ലിന്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ബാറ്ററിയുടെ. അതാണ് മെയിൻ വ്യത്യാസം. അതാണ് മൈലേജ് കൂടുതൽ കിട്ടാനുള്ള കാരണം. പിന്നെ വേറെ അപ്ഡേഷൻ എന്താ വന്നേണ? വേറെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്ക് ഫ്രണ്ടാ? ബാക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വണ്ടി നിമോ ആപ്പ്, മഹീന്ദ്രയുടെ തന്നെ നിമോ ആപ്പ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ലിങ്ക് ആണ്. അപ്പോൾ കസ്റ്റമർക്ക് അവരുടെ മൊബൈലിൽ വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും അപ്പൊ നമുക്ക് ലഭ്യമായിരിക്കും. ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ടാ? വണ്ടി നമുക്കിപ്പോ ഓൾറെഡി ബുക്കിംഗ് ആയി. വണ്ടി നമുക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? വണ്ടി നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഒരു 370. 3,70,000 നമുക്ക്. പിന്നെ വണ്ടിക്ക് 30,000 രൂപ സ്റ്റേറ്റ് സബ്സിഡി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ 370 വരുന്നത്. അതല്ലേ? പിന്നെ വേറൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അല്ല, അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ എന്ന് പറയും. നമുക്കിപ്പോ വണ്ടി ഓട്ടത്തിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാറ്ററി ചാർജ് ആവും. അത് നമുക്ക് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇറക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുകയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിലും ബാറ്ററി റീചാർജ് ആവും. അപ്പൊ അതിന് നമുക്ക് ചെറിയൊരു പെർസെന്റേജ് അതും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ വണ്ടിയിൽ വേറൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോ കയറ്റത്തിങ്ങ എവിടെയെങ്കിലും വെച്ച് വണ്ടി നിന്നുപോയാൽ വണ്ടി ഒറ്റയടിക്ക് പുറകിലേക്ക് ഇറങ്ങി വരില്ല. വണ്ടി ഒരു 7 സെക്കൻഡ് വണ്ടി സ്റ്റഡി ആയിട്ട് നിൽക്കും. നമുക്ക് വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് ഒരിക്കലും പോവില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു ചിലർക്ക് വണ്ടി പെട്ടെന്ന് നിന്ന് പോയി കഴിയുമ്പോൾ വണ്ടി റിവേഴ്സ് വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ അങ്ങനെയുള്ള സംഭവം. നമുക്ക് 7 സെക്കൻഡ് വണ്ടി
സ്റ്റഡി ആയിരിക്കും. എന്തായാലും അത് നല്ലൊരു അപ്ഡേഷൻ ആണല്ലേ, തീർച്ചയായിട്ടും. പഠിച്ചു വന്നവർക്കൊക്കെ അത് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്ര പറഞ്ഞത്? ബാറ്ററി കപ്പാസിറ്റി 10.24 കിലോവാട്ട് അല്ലേ? ഓക്കെ. വണ്ടി നമുക്ക് മൈലേജ് റേഞ്ച് എന്ന് പറയുന്നത് വണ്ടി 150 എന്തായാലും കൺഫേം ആണ്. വണ്ടി നമുക്കിപ്പോ ഓടിച്ച് കസ്റ്റമർ ഫീഡ്ബാക്ക് 163 കിട്ടിയ കസ്റ്റമർ ഉണ്ട്. 163 കിട്ടിയ ആൾക്കാരുണ്ട് അല്ലേ? ട്രിയോ പ്ലസ് വരുമ്പോൾ ചാർജറിൽ വല്ല വ്യത്യാസം വല്ലതും വരുത്തിയിട്ടുണ്ടോ? ചാർജറിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിയോ പ്ലസിന്റെ ചാർജർ 3 കിലോവാട്ട് ആണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ട്രിയോ 2 കിലോവാട്ടിന്റെ ചാർജറായിരുന്നു. അപ്പൊ അതിന്റെ കിലോവാട്ടിൽ വ്യത്യാസമുണ്ട്. ചാർജറിന് പവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഫുൾ ചാർജിങ് ടൈമൊക്കെ സെയിം ആണ്. നമുക്ക് 3 മണിക്കൂർ 50 മിനിറ്റ് വരെയാണ് നമുക്ക് ടൈം എടുക്കുന്നത്. പിന്നെ ചാർജറിൽ നമുക്ക് കട്ട് ഓഫ് ആവുന്ന ഒരു ഫെസിലിറ്റി ചാർജറിലും ഉണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പുതിയ ഓട്ടോ, അതായത് ട്രിയോ പ്ലസ് ബുക്കിങ്ങിനും മറ്റും മഹേന്ദ്ര പ്രൈം ഓട്ടോമോട്ടീവ് LLB അല്ലേ? ഇതിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.